Very good morning, dear students. Today I am going to deal with the paper 3 Nature Matters Readings on Life and Nature. I am going to take a lesson from Module 3 titled Role of an Individual in Prevention of Pollution. Before beginning, I will show you two pictures. How would you feel while looking at these pictures? This picture is too contrast from the other picture. While looking at this picture, you feel something bad about it. You feel sad. But this picture gives you some kind of happiness. The Mother Nature is always soothing, but we, the individuals, are trying to destroy this calmness, this peacefulness. From the title of the lesson, we can understand that what as an individual you can do to prevent this pollution, and how you can protect the environment from this air, noise, sound, water pollution. What are your contributions for this nature, for this environment? There are a host of environmental problems caused by human actions on the environment. മനുഷ്യന്മാരുടെ ആക്ഷൻസിന് കാരണത്താൽ ഒരുപാട് പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. നമ്മളാൽ ചെയ്ത ഒരുപാട് പ്രശ്നങ്ങൾ ഈ ഒരു പരിസ്ഥിതിയിൽ ഒരുപാട് എഫക്ട്സ് ഉണ്ടാവുന്നു. If we are to respond to these problems, ഈ ഒരു പ്രശ്നത്തിന് നമ്മൾ റെസ്പോണ്ട് ചെയ്യണമെങ്കിൽ first we have to recognize that each of us is individually responsible for the quality of the environment we live in. നമ്മൾ ഈ ഒരു പ്രോബ്ലംസിന് റെസ്പോണ്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ്? നമ്മളെല്ലാവരും തന്നെ ഓരോരു വ്യക്തിയുടെ പ്രവർത്തനങ്ങളുമാണ് ഈ ഒരു ഇപ്പോഴത്തെ പരിസ്ഥിതിയുടെ അവസ്ഥ അല്ലെങ്കിൽ ക്വാളിറ്റി നോക്കുമ്പോൾ വളരെ പരിതാപകരമാണ്. ഈ ഒരു ക്വാളിറ്റിയിൽ എത്താനുള്ള കാരണം, നമ്മളെ എൻവിറോൺമെൻറ്റ് ഡിഗ്രേഡ് ആവാനുള്ള കാരണം നമ്മൾ ഓരോരു വ്യക്തിയുമാണെന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. Our personal actions can either worsen or improve our environmental quality. ഓരോരുത്തരുടെ വ്യക്തിപരമായ പ്രവൃത്തിയിലൂടെ ഈ ഒരു പരിസ്ഥിതിയുടെ ക്വാളിറ്റി either we can improve or we can degrade, we can worsen it. അതിനെ കുറച്ചും കൂടി മോശമാക്കാം അല്ലെങ്കിൽ നന്നാക്കിയെടുക്കാം. അതെല്ലാം നമ്മളുടെ കയ്യിലാണ്. Several people may feel that environmental problems can be solved with quick technological fixes. ചില ആൾക്കാരുടെ ഒരു ധാരണ എന്താണ്? ഈ പ്രശ്നങ്ങൾ, പരിസ്ഥിതി മലിനീകരണങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് പരിഹരിക്കാം, ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് പെട്ടെന്ന് തന്നെ പരിഹരിക്കാം എന്നുള്ള ധാരണയിൽ ചില വ്യക്തികളുണ്ടാവാം. While a majority of individuals would want a cleaner environment, not many of them want to make major changes in their lifestyle that could contribute to be a cleaner environment. ഒരു വൃത്തിയുള്ള പരിസ്ഥിതി, ക്ലീനർ എൻവയോൺമെൻറ്റ് കോൺട്രിബ്യൂട്ട് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മളുടെ ലൈഫ് സ്റ്റൈൽസിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തണം. എന്നാൽ മാത്രമാണ് നമുക്ക് വൃത്തിയുള്ള പരിസരങ്ങൾ അല്ലെങ്കിൽ പരിസ്ഥിതി നമുക്ക് ലഭിക്കുകയുള്ളൂ. കൂടുതൽ വ്യക്തികളും ആഗ്രഹിക്കുന്നത് നല്ലൊരു വൃത്തിയുള്ള പരിസ്ഥിതിയാണ്. പക്ഷേ അതിനു വേണ്ടിയിട്ട് ഒരു വൃത്തിയുള്ള പരിസ്ഥിതിക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ, അവരുടെ ലൈഫ് സ്റ്റൈലിൽ മാറ്റം വരുത്താൻ ആരും തന്നെ തയ്യാറാവുന്നില്ല എന്നതാണ്. Decisions and actions taken by individuals to a very large extent determine the quality of life for everyone. ഓരോ വ്യക്തിയുടെ തീരുമാനങ്ങളും പ്രവൃത്തിയിലൂടെയും ഒരു പരിധിക്ക് കൂടുതൽ എല്ലാവരുടെയും ക്വാളിറ്റി ഓഫ് ലൈഫ് നിർണ്ണയിക്കാൻ സാധിക്കും. This necessitates that individuals should not only be aware of various environmental issues and the consequences of their actions on the environment, but should also make a firm resolve to develop environmentally ethical lifestyles.
ഒരാളുടെ പ്രവർത്തനങ്ങളും തീരുമാനങ്ങളുമാണ് ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ എല്ലാ വ്യക്തികളുടെയും ക്വാളിറ്റി ഓഫ് ലൈഫ് നിർണ്ണയിക്കുന്നത്. സോ അതിന് വേണ്ടിയിട്ടുള്ള എന്തൊക്കെയാണ് അത്യാവശ്യമായ ഘടകങ്ങൾ? പരിസ്ഥിതിയിൽ നടക്കുന്ന പ്രശ്നങ്ങളോ അല്ലാതെ അവരവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളിലൂടെ പരിസ്ഥിതിയിലുണ്ടാവുന്ന പ്രശ്നങ്ങളോ അറിഞ്ഞാൽ മാത്രം പോരാ. എല്ലാ വ്യക്തികളും ഒരു ഉറച്ച തീരുമാനത്തിലേക്ക് എത്തണം. എന്താണത്? ദേ ഷുഡ് ഡെവലപ്പ് എൻവിറോൺമെൻ്റലി എത്തിക്കൽ ലൈഫ് സ്റ്റൈൽസ്. പാരിസ്ഥിതികപരമായ നൈതിക ജീവിതശൈലി ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരും എന്ന് എല്ലാവരും ഉറച്ച തീരുമാനം എടുത്താൽ മാത്രമേ ഈയൊരു നമ്മളുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. With the help of solar energy, natural processes developed over billions of years can indefinitely renew the topsoil, water, air, forests, grasslands, and wildlife on which all forms of life depend. But only as long as we do not use these potentially renewable resources faster than they are replenished. With the help of solar energy, സൗരോർജത്തിൻ്റെ സഹായത്തോടെ ഒരുപാട് വർഷങ്ങൾ ഒരുപാട് കാലങ്ങൾ വികസിപ്പിച്ചെടുത്ത ഒരു പ്രക്രിയയുണ്ട്. എന്തിനാണ് ഈ പ്രക്രിയ? നമ്മളുടെ എല്ലാ ജീവജാലത്തിൻ്റെ ഒരു ആശ്രയമാണ് മേൽമണ്ണ്, വായു, ജലം, കാടുകൾ, പുൽമേടകൾ, വന്യജീവി. ഇതൊക്കെ എല്ലാ ജീവജാലവും ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ്, ഇതിൻ്റെ മേൽ ആശ്രയിച്ചാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിനെ പുതുക്കാൻ എല്ലാ കാലത്തേക്കും, അങ്ങനെ ഡെഫിനറ്റായിട്ടുള്ള കാലമല്ല, ഇൻഡെഫിനറ്റ്ലി ആയിട്ട് പുതുക്കാനുള്ള പ്രകൃതിപരമായ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ മനുഷ്യന്മാർ എന്താക്കും? ഈ ഒരു റിന്യൂവബിൾ റിസോഴ്സസ്, ഈ പുതുക്കാനുള്ള അല്ലെങ്കിൽ നമുക്ക് പുതുക്കാൻ കഴിവുള്ള വിഭവങ്ങളെ നമ്മൾ റീഫിൽ ചെയ്യുന്നതിന്, അതിനെ റിപ്ലെനിഷ് മീൻസ് അതിനെ ഒരു വിഭവം കഴിയുമ്പോൾ പിന്നെയും നമുക്ക് പുതുക്കി എടുക്കാം. അതിന് നേച്ചുറൽ തന്നെ അങ്ങനെയുള്ള ഒരു പ്രക്രിയ ഉണ്ട്. പക്ഷേ നമ്മൾ ഹ്യൂമൻസ് അതിന് സമയം കൊടുക്കുന്നില്ല. ഈ റീഫിൽ ചെയ്യാനുള്ള അല്ലെങ്കിൽ പിന്നെയും പുതുക്കാനുള്ള സമയം കൊടുക്കാതെ ഈ റിന്യൂവബിൾ റിസോഴ്സിനെ ഇങ്ങനെ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ എന്താണ്, ഈ പ്രകൃതിയുടെ പ്രക്രിയ തന്നെ അവിടെ നിലച്ചു പോകുന്ന ഒരവസ്ഥയാണ്. നമ്മൾ ഓരോരുത്തരും തന്നെ ഈ ഒരു പ്രകൃതിയുടെ റിന്യൂവബിൾ റിസോഴ്സസ്, അതായത് പുതുക്കാൻ പറ്റിയ എല്ലാ വിഭവങ്ങളെയും അത് റീഫിൽ ചെയ്തുകൊണ്ട് അതിനനുസരിച്ച് നമ്മൾ ഈ ഒരു വിഭവങ്ങളെ ഉപയോഗിക്കുകയാണെങ്കിൽ പ്രകൃതി തന്നെ അതിനെ പുതുക്കിക്കൊണ്ടിരിക്കും എല്ലാ കാലത്തേക്കും. Some of our waste can be diluted, decomposed and recycled by natural processes indefinitely as long as these processes are not overloaded. നമ്മളുടെ ചില മാലിന്യങ്ങൾ പ്രക്രിയയിലൂടെ അനിശ്ചിത കാലത്തേക്ക് അതിനെ ഡൈല്യൂട്ട് ചെയ്യാനും അഴുകാനും റീസൈക്കിൾ ചെയ്യാനും നമ്മളെ പ്രകൃതിയിൽ തന്നെ ചില പ്രക്രിയകൾ നടക്കുന്നുണ്ട്. പക്ഷേ എത്ര കാലം എന്ന് വെച്ചാൽ ഈ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ഈ ഒരു പ്രക്രിയ ഓവർലോഡ് ആവാത്തത് കാലം വരെ പ്രകൃതി തന്നെ മാലിന്യ സംസ്കരണം നടത്തുന്നുണ്ട് എന്നതാണ്. പക്ഷേ ഇത് ഓവർലോഡ് ആവുമ്പോഴാണ് പ്രകൃതിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നത്. നേച്ചുറൽ പ്രോസസ്സസ് ഓൾസോ പ്രൊവൈഡ് സർവീസസ് ഓഫ് ഫ്ലഡ് പ്രിവെൻഷൻ, ഇറോഷൻ കൺട്രോൾ അറ്റ് നോ കോസ്റ്റ് അറ്റ് ഓൾ. യാതൊരു ചെലവും കൂടാതെ തന്നെ ഈ പ്രകൃതിപരമായ പ്രക്രിയകൾ വേറെയും സേവനങ്ങൾ ചെയ്തു തരുന്നുണ്ട്. വെള്ളപ്പൊക്കത്തെ തടയുന്നത്, അതുപോലെ തന്നെ മണ്ണൊലിപ്പ് നിയന്ത്രിക്കുന്നത്, ഇങ്ങനെയുള്ള സേവനങ്ങൾ നമ്മളുടെ പ്രകൃതി നമുക്ക് ചെയ്തു തരുന്നുണ്ട്. We must therefore learn to value these resources and use them sustainably. അതുകൊണ്ട് തന്നെ
നമ്മളെല്ലാവരും തന്നെ ഈ വിഭവങ്ങളുടെ മൂല്യം മനസ്സിലാക്കുകയും അതിനെ സുസ്ഥിരമായി ഉപയോഗിക്കാനും നമ്മളെല്ലാവരും പഠിച്ചിരിക്കണം. ഈ കാടുകൾ നിങ്ങൾക്കറിയില്ലേ? മാംഗ്രൂവ് ഫോറസ്റ്റ് അഥവാ കണ്ടാൽ കാടുകൾ. ഇത് നമ്മൾക്ക് തരുന്ന പ്രൊട്ടക്ഷൻ ചെറുതൊന്നുമല്ല. അത് നമ്മൾ മനസ്സിലാക്കണം. ഫോർ എക്സാമ്പിളായിട്ട് പറയുന്നതാണ്, concepts that help individuals contribute towards a better quality of our environment and human life. 1. Develop respect or reverence for all forms of life. 2. Each individual must try to answer 4 basic questions. നിലവാരം പുലർത്തുന്ന പരിസ്ഥിതിക്കും അതുപോലെയുള്ള മാനുഷിക ജീവിതത്തിന് വേണ്ടിയും നമുക്ക് എന്തൊക്കെ സംഭാവനകൾ ചെയ്യാം, ഓരോ വ്യക്തിയും എന്ത് സംഭാവന ചെയ്യണം, ആ സംഭാവനയ്ക്ക് ചില ആശയങ്ങൾ നമ്മളെ സഹായകരമാകുന്നുണ്ട്. അതെന്തൊക്കെയാണ് ആ ആശയങ്ങൾ എന്ന് നമുക്ക് നോക്കാം. എല്ലാ തരം ജീവികളെയും നമ്മൾ ആദരിക്കണം, അവരോട് ബഹുമാനം പുലർത്തണം. അത് നമ്മളുടെ ഉള്ളിൽ ആ ഒരു റെസ്പെക്റ്റ് അല്ലെങ്കിൽ ആ ഒരു ബഹുമാനം നമ്മളുടെ ഉള്ളിൽ എല്ലാവരും വികസിപ്പിച്ചെടുക്കണം. അടുത്തത്, എല്ലാ വ്യക്തികളും അല്ലെങ്കിൽ ഓരോ വ്യക്തിയും 4 അടിസ്ഥാനപരമായ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ സാധിക്കണം. അറ്റ്ലീസ്റ്റ് ദേ മസ്റ്റ് ട്രൈ ടു ആൻസർ 4 ബേസിക് ക്വസ്റ്റ്യൻസ്. ആ 4 ബേസിക് ക്വസ്റ്റ്യൻസ് എന്താണെന്ന് നോക്കാം. വേർ ഡു ദ തിങ്സ് ദറ്റ് ഐ കൺസ്യൂം കം ഫ്രം? ഞാൻ ഉപയോഗിക്കുന്ന വസ്തുവിൻ്റെ ഉത്ഭവം എവിടെ നിന്നാണ്, അതെവിടെ നിന്നാണ് വരുന്നത് എന്നുള്ള ചോദ്യത്തിന് മറുപടി നമ്മൾ പറഞ്ഞിരിക്കണം. അടുത്ത ചോദ്യം എന്താണ്? വാട്ട് ഡു ഐ നോ അബൌട്ട് ദ പ്ലേസ് വെയർ ഐ ലിവ്? ഞാൻ ഇപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന സ്ഥലത്തിനെക്കുറിച്ച് എനിക്ക് എന്തൊക്കെ അറിയാം? സപ്പോസ് നമ്മൾ കേരളത്തിലാണ് ജീവിക്കുന്നതാണെങ്കിൽ അവിടുത്തെ ആ പ്ലേസിനെ കുറിച്ച് എന്തൊക്കെ അറിയാം? നമ്മൾ ജീവിക്കുന്ന ഇടങ്ങളിലെ പ്രത്യേകത അറിഞ്ഞിരിക്കണം. എന്താണ് ഭൂമിയുടെ അവസ്ഥ, അല്ലെങ്കിൽ അവിടെ പ്രകൃതിപരമായി എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ പ്രകൃതിപരമായി എന്തൊക്കെ നല്ല വിഭവങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്, അതൊക്കെ ആ ഒരു ധാരണ നമ്മളെ മനസ്സിലെപ്പോഴും ഉണ്ടായിരിക്കണം. അടുത്ത ചോദ്യം, ഹൗ ആം ഐ കണക്റ്റഡ് ടു ദ എർത്ത് ആൻഡ് അതർ ലിവിങ് തിങ്സ്? ഞാനും ഈ ഭൂമിയും മറ്റുള്ള ജീവികളുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? ഹൗ ആം ഐ കണക്റ്റഡ് വിത്ത് ദിസ് എർത്ത്? നന്നായിട്ട് തന്നെയാണോ കണക്ട് ചെയ്തത്, അല്ലെ തീരെ കണക്ഷൻ ഇല്ല എന്നാണോ? ഭൂമിനെ എപ്പോൾ ഞാൻ ഉപദ്രവിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള സംരക്ഷണം ഞാൻ കൊടുക്കുന്നുണ്ടോ? എങ്ങനെയാണ് ഞാൻ ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നത് മനസ്സിലാക്കുക. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് മൈ പേർപ്പസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ആസ് എ ഹ്യൂമൻ ബീയിങ്? ഒരു മനുഷ്യൻ എന്ന നിലക്ക് എൻ്റെ എയിം എന്താണ്, എൻ്റെ ഉത്തരവാദിത്വം എന്താണ് എന്ന് മനസ്സിലാക്കണം. ഈ 4 അടിസ്ഥാനപരമായ ചോദ്യങ്ങൾക്ക് മറുപടി കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നല്ലൊരു നിലവാരം പുലർത്തുന്ന പരിസ്ഥിതിക്ക് വേണ്ടി നിങ്ങൾക്കും പരിശ്രമിക്കാം. അടുത്ത പാർട്ടിൽ ഒരുപാട് ടിപ്സ് ഉണ്ട്. ഒരു വ്യക്തി എന്ന നിലക്ക് ഈ ഒരു പൊല്യൂഷൻ അല്ലെങ്കിൽ ഈ മലിനീകരണമൊക്കെ തടയാൻ വേണ്ടി നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും, അതിനുള്ള ചില ടിപ്സാണ് ഈ അടുത്ത ഭാഗത്ത് ഈ ഒരു ലെസണിൽ പറയുന്നത്. ഫസ്റ്റ് ടിപ്പ്, try to plant trees wherever you can, and more importantly, take care of them. They reduce air pollution. We have celebrated June 15 as Environmental Day. So എല്ലാവരും തന്നെ മരങ്ങളോ ചെറുതായ എന്തെങ്കിലും ചെടികളോ നട്ടിട്ടുണ്ടാവും. പക്ഷേ ചെടികൾ നട്ടാൽ മാത്രം പോരാ, അതിനെ സംരക്ഷിക്കുകയും കൂടി വേണം. നട്ടാൽ മാത്രം പോരാ, അതിൻ്റെ കൂടെ അതിനാവശ്യമുള്ള വെള്ളവും വളവും കൊടുത്ത് അതിനെ നല്ല രീതിയിൽ കെയർ ചെയ്യണം. എന്നാൽ ഈ മരങ്ങളെല്ലാം നമ്മളുടെ ഭൂമിയിലെ വായുമലിനീകരണത്തെ കുറയ്ക്കാൻ ഈ വൃക്ഷങ്ങളാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. നെക്സ്റ്റ് ടിപ്പ്,
reduce the use of food and paper products wherever possible. Manufacturing paper leads to pollution and loss of forest, which releases oxygen and takes up carbon dioxide. Try to recycle paper products and use recycled paper wherever possible. ഇങ്ങനെയുള്ള മരങ്ങളാൽ നിർമ്മിക്കപ്പെട്ട ഫർണിച്ചേഴ്സ് ആയാലും വീട് വെക്കുമ്പോഴുള്ള ആവശ്യങ്ങൾക്കൊക്കെ നമ്മൾ ഒരുപാട് മരങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടല്ലേ. അതൊക്കെ നമ്മൾ പരമാവധി കുറയ്ക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ പേപ്പർ പ്രോഡക്റ്റ്സ് എവിടെ നിന്നാണ്? അതും മരങ്ങളിൽ നിന്നാണ് വരുന്നത്. സോ ഈ ഒരു പിക്ചർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും പേപ്പർ എങ്ങനെയാണ് പ്രൊഡക്ഷൻ നടക്കുന്നതെന്ന്. സോ നമ്മൾ പേപ്പറിൻ്റെ പ്രോഡക്റ്റ്സ് പോലും വളരെ ചുരുക്കി കൊണ്ടുവരാം. ആവശ്യത്തിന് മാത്രം യൂസ് ചെയ്യുക, അത്യാവശ്യമാണെങ്കിൽ മാത്രം. അല്ലാതെ വെറുതെ പേപ്പർ യൂസ് ചെയ്ത് നമ്മളെ എൻവിറോൺമെൻറ്റിൽ അതൊരു നഷ്ടം വരുത്താതെ നമ്മൾ പറ്റുന്ന രീതിയിൽ നമുക്ക് നമ്മളെ പരിസ്ഥിതിയെ സംരക്ഷിക്കാം. ഈ പേപ്പർ ഉൽപ്പാദനം നമ്മുടെ ഭൂമിയിൽ കൂടുതൽ മലിനീകരണങ്ങൾ ഉണ്ടാക്കുന്നു. അതോടൊപ്പം തന്നെ ഒരുപാട് മരങ്ങൾ നമ്മൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ മരങ്ങളിലൂടെയാണ് നമ്മൾ ജീവവായുവായ ഓക്സിജൻ ശ്വസിക്കുന്നത്. ട്രീസ് ടേക്ക് ഇൻ കാർബൺ ഡയോക്സൈഡ് ആൻഡ് റിലീസസ് ഓക്സിജൻ. ഈ ഓക്സിജനിലൂടെയാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. മരങ്ങൾ നഷ്ടപ്പെട്ടാൽ നമ്മളെ ജീവന് തന്നെ അപായകരമായ ഒരവസ്ഥയാണ് നമ്മളെ ഭൂമിയിൽ ഉണ്ടാവാൻ പോകുന്നത്. സോ എല്ലാവരും പേപ്പർ പ്രോഡക്റ്റ്സൊക്കെ റീസൈക്കിൾ ചെയ്ത് യൂസ് ചെയ്യാം. അതോടൊപ്പം റീസൈക്കിൾഡ് പേപ്പേഴ്സ്, ആ പേപ്പേഴ്സ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. എവിടെയൊക്കെ പറ്റുമോ അവിടെയൊക്കെ ഈ റീസൈക്കിൾഡ് പേപ്പർ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. സോ മറ്റുള്ള ടിപ്സ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. ഹാവ് എ നൈസ് ഡേ. പ്ലീസ് ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്സ് and stay home, stay secure in your homes. Thank you.